ഇലക്ട്രോണിക് ട്രേഡുകളുടെ സിലബസിനെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. അതിൽ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ടു ഡിഫൈൻ എ ട്രാൻസിസ്റ്റർ. ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര തരം ട്രാൻസിസ്റ്ററുകളാണുള്ളത്, ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സ്ട്രക്ചർ അത് നിർമ്മിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ്, ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യണമെങ്കിൽ ആവശ്യമായ വോൾട്ടേജുകൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ട്രാൻസിസ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. ട്രാൻസിസ്റ്ററിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് ട്രാൻസിസ്റ്ററുകളുടെ കണ്ടുപിടുത്തം, സെമി കണ്ടക്ടർ ഡിവൈസുകളുടെ കണ്ടുപിടുത്തം തന്നെ ഇലക്ട്രോണിക്സിൻ്റെ ആ ഒരു ടെക്നോളജി ഡെവലപ്മെൻറ്റിൽ വലിയൊരു മാറ്റം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ 1947 ബെൽ ലാബോറട്ടറീസിലാണ് ട്രാൻസിസ്റ്ററിൻ്റെ ആദ്യമായുള്ള കണ്ടുപിടുത്തം നടക്കുന്നത്. ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചതോടുകൂടി അതുവരെ ആംപ്ലിഫയർ ആയിട്ടും പവർ കൺട്രോളിങ്ങിനും സ്വിച്ചുകളായിട്ടുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാൽവുകൾ ആണെന്നറിയാമല്ലോ. ഈ വാക്വം ട്യൂബുകൾ ഉപയോഗിക്കുമ്പോൾ ലാർജ് സൈസസ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സാണ് അതുവരെയൊക്കെ ഉണ്ടായിരുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി നമ്മളുടെ എക്യുപ്മെൻറ്റ് സൈസൊക്കെ ഒരുപാട് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടുപിടുത്തത്തിൽ പങ്കുചേരുന്ന 3 സയൻറ്റിസ്റ്റുമാരാണ് ഇതുവരെ: വാൾട്ടർ ബ്രാറ്റീൻ, ജോൺ ബാർഡീൻ ആൻഡ് വില്യം ഷോക്ലി. ഇത് ആദ്യമായി ഡെവലപ്പ് ചെയ്ത ട്രാൻസിസ്റ്ററിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ്. ഇത് ശരിക്കും ആദ്യമായി ഡെവലപ്പ് ചെയ്തതല്ല. അതിനുശേഷം അതിൻ്റെ 50 ഇയേഴ്സ് ആയിട്ട് അതിനെ ആഘോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പായിട്ട് ഡിസൈനിങ് ഡെവലപ്പ് ചെയ്തതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ട്രാൻസിസ്റ്ററുകൾ കണ്ടുപിടുത്തത്തിൻ്റെ ആ ഒരു അമേസിങ് ആയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടല്ലോ, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഡയോഡായിട്ടും റെക്ടിഫിക്കേഷന് വേണ്ടി ഡയോഡുകൾ, പിന്നെ ആംപ്ലിഫയറായിട്ട് ട്രയോഡുകൾ, പെൻഡോഡുകളൊക്കെ ആയിട്ട് വാക്വം ട്യൂബ്സാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പലതരത്തിലുള്ള വാക്വം ട്യൂബ്സാണ് ഈ കാണുന്നത്. അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ എത്രമാത്രം സൈസാണ് വാക്വം ട്യൂബ്സിനുണ്ടായിരുന്നതെന്ന്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ പഴയ വാൽവ് റേഡിയോകളുണ്ടെങ്കിലൊക്കെ നമ്മൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. ഇന്ന് പഴയ വാൽവ് റേഡിയോകളുണ്ടെങ്കിൽ അതിന് വളരെ വലിയ വിലയുള്ള ഒരു സമയം കൂടിയാണ്. വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള, വളരെ ക്ലാരിറ്റിയുള്ള ആംപ്ലിഫയേഴ്സ് ആയിരുന്നു ഈ വാൽവുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1947 ട്രാൻസിസ്റ്ററിൻ്റെ വരവോടുകൂടി വിവിധ തരത്തിലുള്ള ട്രാൻസിസ്റ്ററുകളുണ്ട്. ട്രാൻസിസ്റ്ററുകൾ പല ആപ്ലിക്കേഷനും പല ഉപയോഗങ്ങൾക്കുമായിട്ട് പല രീതിയിൽ പവർ ഹാൻഡ്ലിംഗ് ഒക്കെ ആയിട്ട് പല സൈസസിലും പല രീതിയിലുമുള്ള ട്രാൻസിസ്റ്റേഴ്സിനകത്ത് കാണാം. അതിനുശേഷം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് സർഫസ് മൗണ്ടിങ് ഡിവൈസുകളാണ്, സർഫസ് മൗണ്ടിങ് ടെക്നോളജിയാണ്. സർഫസ് മൗണ്ടിങ് ഡിവൈസുകളിലേക്ക് എത്തുമ്പോൾ ട്രാൻസിസ്റ്ററുകൾ വളരെയധികം സൈസ് വളരെ മൈന്യൂട്ടായിട്ട് മിനിയേച്ചർ ഷേപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുവഴി നമ്മളുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളും എക്യുപ്മെൻറ്റ്സുകളും ഒക്കെ തയ്യാറാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് SMD ട്രാൻസിസ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ആദ്യമായി ഈ ടൈപ്പ് ട്രാൻസിസ്റ്ററുകളുടെ സ്ട്രക്ചറുകളെ കുറിച്ചിട്ടാണ് ഇനി പഠിക്കുന്നത്. ഇതിൽ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ട്രാൻസിസ്റ്റർ ഈസ്, ഇതൊരു ആക്റ്റീവ് കമ്പോണൻറ്റുകളാണ്. ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളെ നമ്മൾ പാസീവ് കമ്പോണൻ്റ് എന്നും ആക്റ്റീവ് കമ്പോണൻ്റ് എന്നും തരംതിരിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ പാസീവ് കമ്പോണൻറ്റുകളായ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടറും, ആക്റ്റീവ് കമ്പോണൻറ്റുകളിലെ ഫസ്റ്റ് സെമി കണ്ടക്ടർ ഡിവൈസായ ഡയോഡുകൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ഡിവൈസാണ് ട്രാൻസിസ്റ്റർ. ഇതൊരു ആക്റ്റീവ് കമ്പോണൻ്റാണ്. ഇതൊരു 3 ടെർമിനൽ ഡിവൈസാണ്. 3 ടെർമിനലുകൾ ട്രാൻസിസ്റ്ററിനുണ്ട്. ഇവിടെ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന് 3 ടെർമിനലുകളുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ ഡിവൈസിനും 2 ടെർമിനൽസുകളാണല്ലോ ഉണ്ടായിരുന്നത്. ട്രാൻസിസ്റ്ററിന് 3 ടെർമിനലുകളാണുള്ളത്. പിന്നെ ഇതിനൊരു 2 ജംഗ്ഷൻ ഡിവൈസാണ്. ഡയോഡ് എന്ന് പറഞ്ഞാൽ PN ജംഗ്ഷൻ, ഒരു ജംഗ്ഷനേ ഉള്ളൂ. ട്രാൻസിസ്റ്ററിന് 2 ജംഗ്ഷൻ ഡിവൈസാണ്. ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന പേരിന് മുന്നിൽ ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്ന രീതിയിൽ വന്നു എന്ന് പറയപ്പെടാറുണ്ട്. അതായത് കറൻറ്റിനെ ഒരു ലോ റെസിസ്റ്റൻസ് റീജിയനിൽ നിന്നും ഒരു ഹൈ റെസിസ്റ്റൻസ് റീജിയനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ പോയിൻ്റ് മനസ്സിലാവും. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് കമ്പോണൻറ്റ്, ഇറ്റ് ഈസ് എ 3 ടെർമിനൽ ഡിവൈസ്, ഇറ്റ് ഈസ് എ 2 ജംഗ്ഷൻ ഡിവൈസ്.
പറഞ്ഞല്ലോ 2 തരം ട്രാൻസിസ്റ്ററുകളാണുള്ളതെന്ന്. അതിൽ ഒന്നാമത്തെ ട്രാൻസിസ്റ്ററാണ് NPN ട്രാൻസിസ്റ്ററുകൾ, രണ്ടാമത്തെ സെക്കൻഡ് വൺ PNP ട്രാൻസിസ്റ്ററുകൾ. 2 തരത്തിലുള്ള ട്രാൻസിസ്റ്ററുകളാണ് നമുക്കുള്ളത്, NPN ആൻഡ് PNP. നോക്കാം, ഒരു സാൻഡ്വിച്ച് മാതിരിയാണ് ഈ ട്രാൻസിസ്റ്ററുകളുടെ കൺസ്ട്രക്ഷൻ. എന്തൊക്കെയാണ്? 2 N റീജിയനിൽ നടുക്ക് ഒരു P റീജിയനായിട്ടാണ് NPN ട്രാൻസിസ്റ്ററിൻ്റെ കൺസ്ട്രക്ഷൻ. അതുപോലെ തന്നെ 2 P റീജിയനുകളും നടുക്ക് ഒരു N റീജിയനുമായിട്ടാണ് PNP ട്രാൻസിസ്റ്ററിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇത് NPN ട്രാൻസിസ്റ്റർ, ഇത് PNP ട്രാൻസിസ്റ്റർ. ഇനി ഈ ഓരോ NPN ട്രാൻസിസ്റ്ററിലേക്ക് നോക്കാം. ഈ NPN ട്രാൻസിസ്റ്ററിൻ്റെ N റീജിയനിൽ നിന്നും ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കാൻ ഒരു ടെർമിനൽ ഉണ്ടല്ലോ, P റീജിയനിൽ നിന്നും ഒരു ടെർമിനൽ, ഈ N റീജിയനിൽ നിന്നും ഒരു ടെർമിനൽ. അപ്പോൾ 3 ടെർമിനലുകളുമായി. ഇനി ഈ NPN ട്രാൻസിസ്റ്ററിൻ്റെ ഈ ഓരോ റീജിയനുകളുടെയും പേരുകൾ എന്താണെന്ന് നോക്കാം. ഒരു N റീജിയൻ ഉണ്ട്, ഇതിന് എമിറ്റർ റീജിയൻ, ഇത് ബേസ് റീജിയൻ, കളക്ടർ റീജിയൻ. അപ്പോൾ എമിറ്റർ, ബേസ്, കളക്ടർ, ഇതാണ് ട്രാൻസിസ്റ്ററിൻ്റെ 3 റീജിയനുകൾ. എമിറ്റർ റീജിയനിൽ നിന്നും കണക്ഷൻ കൊടുക്കാനുള്ള എമിറ്റർ ടെർമിനൽ, ബേസ് ടെർമിനൽ, കളക്ടർ ടെർമിനൽ. PNBയും അതുപോലെ തന്നെ എമിറ്റർ റീജിയൻ, ബേസ് റീജിയൻ, കളക്ടർ റീജിയൻ. എമിറ്റർ ടെർമിനൽ, ബേസ് ടെർമിനൽ, കളക്ടർ ടെർമിനൽ. ഇതാണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റർ? NPN ആൻഡ് PNP. ഇതാണ് 2 ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, NPN ആൻഡ് PNP. കുറച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എമിറ്റർ റീജിയൻ, ബേസ് റീജിയൻ ആൻഡ് കളക്ടർ റീജിയൻ. ഈ ട്രാൻസിസ്റ്ററിൻ്റെ സ്ട്രക്ചറിൽ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, 2 N ടൈപ്പുകൾക്കിടയിൽ ഒരു P ടൈപ്പ് NPN ട്രാൻസിസ്റ്ററും 2 P റീജിയനുകൾക്കിടയിൽ ഒരു N റീജിയൻ വരുന്നതാണ് PNP ട്രാൻസിസ്റ്റർ. ഇതിൽ ഈ N റീജിയനായ എമിറ്റർ റീജിയൻ്റെ സൈസ് ഒരു മോഡറേറ്റ്, മീഡിയം സൈസിലാണ്. ബേസ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ്. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിങ്ങിലെ കീ പോയിൻ്റ് എന്ന് പറയുന്നത് ബേസ് ഈസ് വെരി തിൻ റീജിയൻ. കളക്ടർ വൈഡ് റീജിയനാണ്. ഈ 3 റീജിയനുകളിലും ഏറ്റവും വൈഡായിട്ടുള്ള ഏരിയ ഉള്ള റീജിയനാണ് കളക്ടർ. അത് NPNും PNBയും ഒരുപോലെ തന്നെ. എമിറ്റർ ഈസ് സൈസ് പറയുവാണെങ്കിൽ മീഡിയം സൈസ്, ബേസ് വെരി തിൻ, കളക്ടർ ഈസ് ലാർജ് സൈസ്. ഇനി നമ്മൾക്കറിയാമല്ലോ N ടൈപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുള്ള ഡോപ്പിങ്ങിലൂടെയാണ് നമ്മൾ N ടൈപ്പ് സെമി കണ്ടക്ടറും P ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ എമിറ്റർ റീജിയൻ, ഒരു ട്രാൻസിസ്റ്ററിന് വേണ്ടിയുള്ള എമിറ്റർ റീജിയനിൽ N ടൈപ്പ് സെമി കണ്ടക്ടറിലെ ഡോപ്പിംഗ് ഡെൻസിറ്റി വെരി ഹൈ ആണ്. ബേസ് റീജിയനിൽ വെരി ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. കളക്ടർ റീജിയൻ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പോൾ ദ മോസ്റ്റ് ചാർജ് ക്യാരിയേഴ്സ് ഉള്ളത് എമിറ്റർ റീജിയനിലാണ്. വളരെ കുറവ് ചാർജ് ക്യാരിയേഴ്സ് മാത്രമേ ബേസ് റീജിയനിലുള്ളൂ. കളക്ടർ റീജിയനിൽ മീഡിയം ചാർജ് ക്യാരിയേഴ്സാണ്. ഇവിടെ നമ്മളത് വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഇത് ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പലുകളാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാമല്ലോ, എല്ലാ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾക്കും നമ്മൾക്ക് സിമ്പൽസ് ഉണ്ട്. സിമ്പൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളെ സൂചിപ്പിക്കാറുള്ളത്. സിമ്പൽസ് വളരെ പ്രധാനമാണ് ഇലക്ട്രോണിക്സിൽ. നമ്മൾക്ക് ആ കമ്പോണൻറ്റുകളെല്ലാം തന്നെ സിംബോളിക് റെപ്രസെൻറ്റേഷനിലൂടെയാണ് സർക്യൂട്ടിലും മറ്റും നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് NPN ട്രാൻസിസ്റ്ററിൻ്റെയും PNP ട്രാൻസിസ്റ്ററിൻ്റെയും സിമ്പലാണ്. NPN ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പലാണ് ഈ കാണിച്ചിരിക്കുന്നത്. കളക്ടർ ടെർമിനൽ, എമിറ്റർ ടെർമിനൽ, ബേസ് ടെർമിനൽ. ഇതിൽ ബേസ് ടെർമിനൽ, കളക്ടർ ടെർമിനൽ, എമിറ്റർ ടെർമിനൽ. എമിറ്റർ ടെർമിനലിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മളൊരു ആരോ മാർക്കാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ NPN ട്രാൻസിസ്റ്ററിൻ്റെ ആരോ മാർക്ക് ഔട്ട്വേർഡായിട്ട് പുറത്തേക്ക് പോകുന്ന രീതിയിലും PNP ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ടെർമിനലിലെ ആരോ മാർക്ക് അത് അകത്തേക്ക് കറൻറ്റ് വരുന്ന രീതിയിലുമാണ് ഒരു ആരോ മാർക്കിൻ്റെ ഹെഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ 2 സിമ്പലിലുമുള്ള ഡിഫറൻസ്, NPN ആൻഡ് PNP. ബേസ് ടെർമിനൽ, കളക്ടർ ടെർമിനൽ, എമിറ്റർ ടെർമിനൽ. ഇതിലെ ബേസ് ടെർമിനൽ, കളക്ടർ ടെർമിനൽ, എമിറ്റർ ടെർമിനൽ. എമിറ്റർ ടെർമിനലിൽ ആരോ മാർക്ക് നമ്മൾ ഇൻവേർഡായിട്ട് കൊടുത്തിരിക്കുന്നു. NPNലാണെങ്കിൽ പുറത്തേക്ക്. സിമ്പൽ വളരെ കറക്റ്റായിട്ട് നമ്മൾ പഠിക്കണം. എല്ലാ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾക്കും ഇതുപോലുള്ള സിമ്പലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത്രയും പറഞ്ഞതിൽ നിന്നും ട്രാൻസിസ്റ്ററിനെ പറ്റിയുള്ള നമ്മൾക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിൻറ്റ്സാണ്. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ടെർമിനൽ ഡിവൈസാണ്. ട്രാൻസിസ്റ്ററിൻ്റെ ആ 3 ടെർമിനലുകൾ എമിറ്റർ, ബേസ്, കളക്ടർ എന്നാണ് അറിയപ്പെടുന്നത്.
പിന്നെയോ ട്രാൻസിസ്റ്ററിന് 2 ജംഗ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ഈ ജംഗ്ഷൻ? എമിറ്റർ റീജിയനും ബേസ് റീജിയനും കൂടി വേർതിരിക്കുന്ന ഒരു ജംഗ്ഷനും ബേസ് റീജിയനും കളക്ടർ റീജിയനും കൂടി വേർതിരിക്കുന്ന ഒരു ജംഗ്ഷനും. അപ്പോൾ ഈ ജംഗ്ഷനെ നമ്മൾക്ക് എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്നും കളക്ടർ ബേസ് ജംഗ്ഷൻ എന്നും പറയാം. നമ്മൾ ഇനി ഇങ്ങോട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ഓരോ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കുമ്പോഴും NPN ട്രാൻസിസ്റ്ററിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, NPN ട്രാൻസിസ്റ്ററിൽ എന്താണോ പറയുന്നത് ഇതുപോലെ തന്നെയാണ് PNP ട്രാൻസിസ്റ്ററിനും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. PNP ട്രാൻസിസ്റ്ററിലാണെങ്കിലും NPN ട്രാൻസിസ്റ്റർ ആണെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് 3 ടെർമിനൽസ് ആൻഡ് ദ 3 ടെർമിനൽസ് ആർ നെയിംഡ് ആസ് എമിറ്റർ, ബേസ്, കളക്ടർ ആൻഡ് ഇറ്റ് ഹാസ് 2 ജംഗ്ഷൻസ്, എമിറ്റർ ബേസ് ജംഗ്ഷൻ ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ. ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ, ഇനി ട്രാൻസിസ്റ്റർ പ്രവർത്തിക്കണമെങ്കിൽ, ട്രാൻസിസ്റ്ററിലൂടെ ഒരു കറൻറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ ട്രാൻസിസ്റ്ററിന് നമ്മൾ എക്സ്റ്റേണലായിട്ട് വോൾട്ടേജുകൾ അപ്ലൈ ചെയ്യണം. ഒരു ട്രാൻസിസ്റ്ററിന് നമ്മൾ ആവശ്യമായ DC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ ബയാസിംഗ് എന്നാണ് പറയുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിംഗ്. ട്രാൻസിസ്റ്ററിനെ വോൾട്ടേജുകൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിംഗ് നോക്കാം. ഏത് ട്രാൻസിസ്റ്റർ ആയാലും NPN ആയാലും PNP ആയാലും എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഓൾവേസ് ഫോർവേഡ് ബയാസ്ഡ്. കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് ഓൾവേസ് റിവേഴ്സ് ബയാസ്ഡ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് രീതിയിൽ വോൾട്ടേജ് കൊടുക്കണം. കളക്ടർ ബേസ് ജംഗ്ഷന് നമ്മൾ റിവേഴ്സ് രീതിയിലും വോൾട്ടേജ് കൊടുക്കണം. ഇതാണ് ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് NPN ആയാലും PNP ആയാലും. ഒരിക്കൽ കൂടി പറയാം, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഓൾവേസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് ഓൾവേസ് റിവേഴ്സ് ബയാസ്ഡ്. ഇനി ബയാസിംഗ് റൂൾസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഓൾവേസ് ഫോർവേഡ് ബയാസ്ഡ്, കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് ഓൾവേസ് റിവേഴ്സ് ബയാസ്ഡ്. നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. The method of giving voltages to a transistor to work properly is known as transistor biasing, and the biasing rule: emitter base junction forward biased, collector base junction reverse biased. ഈ ട്രാൻസിസ്റ്ററിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്പ്ഡും ബേസ് എന്ന് പറയുന്നത് വെരി ലൈറ്റ്ലി ഡോപ്പ്ഡും കളക്ടർ എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ഡോപ്പ്ഡും ആണെന്ന്. ഇപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷനിൽ മോർ ആൻഡ് മോർ NPN ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് ഇവിടെ മോർ ഇലക്ട്രോൺസ്, NPN ട്രാൻസിസ്റ്ററിൽ P ടൈപ്പ് ബേസ് ആയതുകൊണ്ട് മോർ ഹോൾസ് ആർ അവൈലബിൾ. കളക്ടർ NPN ട്രാൻസിസ്റ്ററിൽ N ടൈപ്പ് തന്നെ ഇലക്ട്രോൺസ് ആർ അവൈലബിൾ. ബട്ട് എമിറ്റർ ഈസ് ദ മോർ ഹെവിലി ഡോപ്ഡ്, ബേസ് ഈസ് വെരി ലൈറ്റ്ലി ഡോപ്ഡ്, കളക്ടർ ഈസ് മോഡറേറ്റ്ലി ഡോപ്ഡ്. ഇതാണ് അതിനകത്ത് നോക്കാനുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ഡോപ്പിംഗ് ലെവലുകൾ. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിങ് കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞത്. നമ്മളൊരു ട്രാൻസിസ്റ്ററിൽ ബയാസിങ് കൊടുക്കുമ്പോൾ പറഞ്ഞല്ലോ, എമിറ്റർ ബേസ് ജംഗ്ഷന് എപ്പോഴും നമ്മൾ ഫോർവേഡ് ബയാസ് കൊടുക്കണം, കളക്ടർ ബേസ് ജംഗ്ഷനിൽ നമ്മൾ റിവേഴ്സ് ബയാസ് കൊടുക്കണം. ഇപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷനിൽ N റീജിയനായ എമിറ്ററിന് നെഗറ്റീവും P റീജിയനായ ബേസിന് പോസിറ്റീവും കൊടുത്തപ്പോൾ ഈ ജംഗ്ഷൻ നമ്മൾ ഫോർവേഡ് ബയാസിങ്ങിൽ വെച്ചു. ഇനി NPN ട്രാൻസിസ്റ്ററിൻ്റെ N ടൈപ്പായ കളക്ടറിന് നെഗറ്റീവ് വോൾട്ടേജും P ടൈപ്പിന് പോസിറ്റീവ് വോൾട്ടേജും ആണ് കൊടുക്കുമ്പോഴാണ് അത് ഫോർവേഡ് ആവുന്നത്. പക്ഷേ കളക്ടർ നമ്മൾ എങ്ങനെയാണ് കാണിക്കേണ്ടത്? റിവേഴ്സ് ബയാസ്. അപ്പോൾ N റീജിയനായ കളക്ടറിന് നമ്മൾ പോസിറ്റീവ് വോൾട്ടേജാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്, റിവേഴ്സിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, P ടൈപ്പിന് നെഗറ്റീവ്. അപ്പോൾ ബേസ് കളക്ടർ ബേസ് ജംഗ്ഷൻ ഇവിടെ റിവേഴ്സ് ബയാസും എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസും ഉണ്ട്. ഇപ്പോൾ ഈ NPN ട്രാൻസിസ്റ്റർ ശരിയായ രീതിയിലുള്ള വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ചാർജ് ക്യാരിയേഴ്സ് ട്രാൻസിസ്റ്ററിലൂടെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. എമിറ്ററിൽ നിന്നും പുറപ്പെടുന്ന കറണ്ടിനെ നമ്മൾ എമിറ്റർ കറണ്ട് എന്ന് പറയും. നമ്മളിവിടെ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ട് ഫ്ലോയ്ക്ക് നമ്മൾ എമിറ്ററിൽ കൊടുക്കുന്ന കറണ്ട് ഫ്ലോയ്ക്ക് നമ്മൾ എമിറ്റർ കറണ്ട് എന്ന് പറയും. ബേസ് റീജിയനിൽ ഒഴുകുന്ന കറണ്ടിന് ബേസ് കറണ്ട് എന്ന് പറയും. കളക്ടർ റീജിയനിലൂടെ ഒഴുകുന്ന കറണ്ടിന് നമ്മൾ കളക്ടർ കറണ്ട് എന്ന് പറയും. അപ്പോൾ എമിറ്റർ കറണ്ട് IE, ബേസ് കറണ്ട് IB, കളക്ടർ കറണ്ട് IC. ഇതാണ് 3 കറണ്ടുകൾ. ഒരു ട്രാൻസിസ്റ്ററിലെ 3 കറൻസ് ആണ് IE, IB ആൻഡ് IC. ഇതൊരു ട്രാൻസിസ്റ്ററിൻ്റെ NPN സ്ട്രക്ചർ ഉപയോഗിച്ച് മാത്രമല്ല, സിമ്പിൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ബയാസിങ് കൊടുത്തിരിക്കുന്നതെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്ട്രക്ചർ ഉപയോഗിച്ചും നമ്മൾ ബയാസിങ് വരച്ച് കാണിക്കാം. അതുപോലെ സിമ്പിൾസാണ് നമ്മൾക്ക് കൂടുതലായി ഉപയോഗിക്കേണ്ടത്. സിമ്പിൾ ഉപയോഗിച്ചിട്ടും പ്രോപ്പർ ബയാസിങ് കൊടുത്തിട്ടുണ്ട് ട്രാൻസിസ്റ്ററിന്.
ഈ ട്രാൻസിസ്റ്ററിൻ്റെ 3 കറൻറ്റുകളെക്കുറിച്ച് പറഞ്ഞല്ലോ, എമിറ്റർ കറൻറ്റ്, ബേസ് കറൻറ്റ് ആൻഡ് കളക്ടർ കറൻറ്റ്. ഇവിടെ നമ്മൾ ട്രാൻസിസ്റ്ററിന് ബയാസിങ് കൊടുക്കുമ്പോൾ ഇവിടുന്ന് വരുന്ന ചാർജ് ക്യാരിയേഴ്സ് എൻ റീജിയനിൽ നിന്നും പി റീജിയനിലായ ബേസിലേക്ക് എത്തുമ്പോൾ ബേസ് വെരി ലൈറ്റ്ലി ഡോപ്ഡും വെരി തിന്നുമായതിനാൽ കുറച്ച് ചാർജ് ക്യാരിയേഴ്സ് മാത്രമാണ് ആ കറൻറ്റിൽ നിന്നും IB ആയിട്ട് ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്നത്. ബാക്കി മോർ ചാർജ് ക്യാരിയേഴ്സും ബേസ് റീജിയൻ കവർ ചെയ്ത് കളക്ടർ റീജിയനിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാം. അത് പിന്നീട് കളക്ടർ കറൻറ്റ് IC എന്ന പേരിലാണ് അത് ഒഴുകുന്നത്. ഇത്രയും പോർഷൻസ് നമ്മൾ കവർ ചെയ്തതിൽ നിന്നും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് ഒരു സെൽഫ് എക്സാമിനേഷൻ നടത്തി നോക്കണം. നെയിം ദ ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. ട്രാൻസിസ്റ്ററിൻ്റെ ടൈപ്സ് NPN ആൻഡ് PNP. നെയിം ദ ടെർമിനൽസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. 3 ടെർമിനൽസ് ആണുള്ളത്. എമിറ്റർ ടെർമിനൽ, ബേസ് ടെർമിനൽ, കളക്ടർ ടെർമിനൽ. നെയിം ദ ജംഗ്ഷൻസ് ഓഫ് ട്രാൻസിസ്റ്റർ. എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും. Give the biasing conditions of a transistor. ഏത് ട്രാൻസിസ്റ്റർ ആയാലും എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഓൾവേസ് ഫോർവേഡ് ബയാസ്ഡ്, കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് ഓൾവേസ് റിവേഴ്സ് ബയാസ്ഡ്. Draw the biasing diagram of NPN and PNP transistors. NPN ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് ബയാസിംഗ് ഡയഗ്രാം ഒക്കെ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. PNP ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പലും സ്ട്രക്ചറും ഉപയോഗിച്ച് PNPക്ക് കൊടുക്കുന്ന ബയാസിംഗ് ഡയഗ്രവും നമ്മൾ വരച്ച് പഠിക്കേണ്ടതാണ്. ഇനി നമ്മൾക്ക് ഇതിൽ ട്രാൻസിസ്റ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിങ് ചെറിയ രീതിയിൽ കൊടുക്കുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. ഇതൊരു ഇൻട്രൊഡക്ഷൻ പോർഷൻ മാത്രമാണ്. അപ്പോൾ ആ ചോദ്യമായി ചോദിച്ചതെല്ലാമാണ് സമ്മറൈസ് ചെയ്ത് ഓർക്കേണ്ട പോയിൻറ്റ്സ്. ഇനി നമ്മൾക്കൊരു ട്രാൻസിസ്റ്റർ എല്ലാ ഡിവൈസുകളും ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത സ്കിൽ എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ആൻഡ് ഫെമിലറൈസേഷൻ ഓഫ് ദ കമ്പോണൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിവൈസാണ്. ട്രാൻസിസ്റ്റർ എങ്ങനെ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം എന്നാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെയും ബൈ, ഹാവ് എ ഗുഡ് ടൈം.